കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തെ മഴ സാധ്യതാ പ്രവചനത്തിൽ കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാരംഗ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാരംഗ്, കൂടുതൽ വിവരം. ഹരി, ഇന്ന് ആണ് ആലപ്പുഴ ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് ജില്ലകൾ, തെക്കൻ ജില്ലകളിൽ അധിക ജില്ലകളിലും ഇന്ന് യെല്ലോ അലേർട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. പിന്നീടാണ് ഓറഞ്ച് അലേർട്ടിലേക്ക് ആലപ്പുഴയിലെ സാഹചര്യം മാറിയത്. തെക്കൻ കേരളത്തിൽ കഴിഞ്ഞ ദിവസവും മഴ നല്ല രീതിയിൽ തുടർന്നിരുന്നു. മഞ്ഞ അലേർട്ട് ഇന്നും തുടരുന്നുണ്ട്. ഒറ്റപ്പെട്ട രീതിയിൽ പല സ്ഥലങ്ങളിലും ശക്തമായ മഴയുണ്ടാകും. ഒപ്പം 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 25-ാം തീയതി വരെ കടലിൽ മീൻ പിടിക്കാനായി പോകരുത് എന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ഓറഞ്ച് അലേർട്ടിന് ഒപ്പം തന്നെ താഴത്തേക്കുള്ള, അതായത് തെക്കൻ ജില്ലകളിലേക്കടക്കം വലിയ രീതിയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒപ്പം കാറ്റിനും സാധ്യത പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ മാസം അവസാനം വരെയുള്ള 5 ദിവസത്തേക്കടക്കം ശക്തമായ മഴയ്ക്കുള്ള സാധ്യത, ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും ഒപ്പം 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിനും സാധ്യത അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ചക്രവാത ചുഴി, അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് ഇപ്പോൾ മഴ പെട്ടെന്ന് ശക്തമാകാനുള്ളൊരു സാധ്യത കാരണമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലും സംസ്ഥാനത്തിലൊട്ടാകെ മഴ കൂടുതലായി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഹരി, അതാണ് കൂടുതൽ വിശദാംശങ്ങളാണ് സാരംഗ് നൽകിയത്. കുത്തിവയ്പ് എടുത്ത് സൂചി ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് 1 വർഷത്തോളം. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി ആറന്മുള സ്വദേശി വത്സല രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ ചെയ്തെങ്കിലും മുഴുവൻ സൂചിയും പുറത്തെടുക്കാനായില്ലെന്ന് വത്സല പറയുന്നു. ഛർദിലുമായിട്ട് കോഴഞ്ചേരി ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് കിടന്നതാണ്. അന്ന് കിട്ടിയ ഇഞ്ചക്ഷനാണ്. അത് മരുന്ന് കല്ലിച്ച് കിടക്കുവാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം പിന്നെ ഇപ്പോൾ ഒരു കൊണ്ട് നടന്ന് മടുത്തിപ്പോൾ വേദന കൂടിയപ്പോഴാണ് ആശുപത്രി ചെന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് സൂചിയാണെന്ന് കണ്ടത്. ഞാൻ ഇവിടെ തുണി തയ്ക്കാറൊന്നുമില്ല. എനിക്കിവിടെ കണ്ണും കാണത്തില്ല, സൂചിയും കോർക്കാൻ കണ്ണും കാണത്തില്ല. ഞാൻ തുണി തയ്ക്കാറുമില്ല. ഈ വീട്ടിൽ സൂചി നൂലൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്നാണ് തുണി തയ്ക്കുന്ന സൂചി കയറുന്ന ഡോക്ടർമാർക്കറിയാമല്ലോ. കുത്തിവെച്ചപ്പോൾ ഒടിഞ്ഞ സൂചിയാണെന്ന് അവർ സമ്മതിച്ച് തരുമോ? ഇപ്പം പകുതി എടുത്തു, ഓപ്പറേഷൻ ചെയ്ത് പകുതി ഇനി അതിനകത്തിരിക്കുന്നു. അതിന് വേദന എനിക്ക് സഹിക്കാൻ വേദന, ഞാൻ കിടക്കുക. ശശി നാരായണനുണ്ട് വിശദാംശങ്ങളായി. ശശി, അവർ പറയുന്ന വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് വേദന കൊണ്ട് അവർ പൊളയുകയാണെന്ന് തന്നെ അവർ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ നടത്തിയതാണ്, അതിൽ പോലും പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പരാതിയുമായിട്ട് നീങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശം. ഇത് 1 വർഷം മുമ്പാണ് ഈ പ്രതിരോധ വാക്സിൻ എടുത്ത സമയത്ത് ഈ സൂചി ഒടിഞ്ഞ് ശരീരത്തിനുള്ളിൽ കയറിയത്. എന്തായാലും അതിനുശേഷം ആ സൂചിയുമായി തന്നെ ജീവിക്കുകയായിരുന്നു. കാരണം ഈ വേദന എന്തുകൊണ്ട് വന്നു, സൂചി ഒടിഞ്ഞാന്നുള്ള കാര്യം വത്സലയ്ക്കും അറിയില്ലായിരുന്നു. ആറന്മുള സ്വദേശിയാണ് വത്സല, 68 വയസ്സുണ്ട്. അപ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമാണെന്നാണ് വത്സലയും വിചാരിച്ചിരുന്നത്. പക്ഷേ നിലവിൽ ഈ കോഴഞ്ചേരി ആശുപത്രിയിൽ, ജില്ലാ ആശുപത്രിയിൽ കുത്തിവയ്പ് എടുക്കാൻ പോയപ്പോൾ സൂചി ഒടിഞ്ഞ് കയറിയതാണ്. പിന്നീട് എക്സ്റേ എടുക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഈ സൂചി ഒടിഞ്ഞിരുന്ന സൂചി പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷെ പകുതിയോളം മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കി ഇപ്പോഴും ആ സൂചി ശരീരത്തിനുള്ളിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതാണ് പ്രധാനമായും വത്സല ആരോപിക്കുന്നത്. കാരണം കഴിഞ്ഞ 1 വർഷമായി പലതരത്തിലും ഈ വേദന സഹിക്കുകയൊക്കെ ചെയ്യുന്ന ആശുപത്രി ചെല്ലുമ്പോഴൊക്കെ സാധാരണ മറ്റെന്തെങ്കിലും കാര്യമാണെന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. പക്ഷേ കൃത്യമായി എക്സ്റേ എടുത്ത് പരിശോധിച്ചതിന് ശേഷമാണ് ഈ സൂചിയാണ് ഒടിഞ്ഞ് ശരീരത്തിനുള്ളിൽ കയറിയിരിക്കുന്നത് കൃത്യം ബോധ്യമുള്ളത്. പക്ഷേ ആശുപത്രി അധികൃതർ ഇത് സൂപ്രണ്ടടക്കം ഇത് നിഷേധിക്കുകയാണ്. കാരണം എവിടെ നിന്നാണ് കുത്തിവയ്പ്പെടുത്തിയെന്ന്, ജില്ലാശുപത്രി തന്നെയാണോ കുത്തിവയ്പ്പെടുത്തിയെന്ന് സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ പൂർണ്ണമായും ശരീരത്തിനുള്ളിൽ നിന്നും ഈ സൂചി ഒടിഞ്ഞ സൂചി നീക്കം ചെയ്യാനുള്ള സർജറി കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അത് നീക്കം ചെയ്യാനുള്ള ശ്രമം മൊത്തം നടത്തിയെന്നാണ് ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നത്. പക്ഷെ ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ച. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.